ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജനുവരി 2026 മുതൽ DADRൽ എത്ര ശതമാനത്തിൻ്റെ വർധനവ് ഉണ്ടാകും? ഒക്ടോബർ മാസത്തെ AICPN ഡാറ്റ അനുസരിച്ച് ജനുവരി 2026 മുതൽ DADRലെ വർധന എത്രയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സ്ക്രീനിൽ കാണുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ലേബർ ബ്യൂറോ 28 നവംബർ 2025 പബ്ലിഷ് ചെയ്ത പ്രസ് റിലീസാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഫോർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഒക്ടോബർ 2025. രാജ്യത്തെ 88 വ്യാവസായിക പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 317 വിപണികളിൽ നിന്നും ശേഖരിക്കുന്ന ചില്ലറ വിൽപ്പന വിലകളുടെ അടിസ്ഥാനത്തിൽ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ അനുബന്ധ ഓഫീസായ ലേബർ ബ്യൂറോ വ്യാവസായിക തൊഴിലാളികൾക്കായുള്ള ഉപഭോക്തൃ വില സൂചിക എല്ലാ മാസവും സമാഹരിക്കുന്നു. 2025 ഒക്ടോബർ മാസത്തെ സൂചിക ഈ പത്രക്കുറിപ്പിൽ പുറത്തിറക്കുന്നു. 2025 ഒക്ടോബർ മാസത്തെ ഓൾ ഇന്ത്യ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 0.4 പോയിന്റിൻ്റെ വർധനവോടുകൂടി 147.7 ആയിരിക്കുന്നു. 2025 ഒക്ടോബർ മാസത്തെ വാർഷിക പണപ്പെരുപ്പം 2.21%. 2024 ഒക്ടോബറിൽ ഇത് 4.41% ആയിരുന്നു. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ DADRൽ വന്നിട്ടുള്ള വർധനവ് എത്രയെന്ന് നോക്കാം. സെപ്റ്റംബർ 2025 147.3 ആയിരുന്നു. അതനുസരിച്ച് DADR 59.31% ആയിരുന്നു. ഒക്ടോബർ 2025 ഇത് 147.7 ആയപ്പോൾ DADR 59.60% വർദ്ധിച്ചു. ഇനി നവംബർ ഡിസംബർ മാസങ്ങളിലെ AICPN ഡാറ്റ വരേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ജനുവരിയിലെ DADR സംബന്ധിച്ച് വ്യക്തത കൈവരൂ. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ജനുവരി 2026 DADRൽ 2% വർധനവ് മാത്രമേ ഉണ്ടാകൂ. കാരണം വരുന്ന 2 മാസങ്ങളിൽ AICPNൽ കുറവ് വന്നാലും ഇതുവരെയുള്ള AICPN ആവറേജ് അനുസരിച്ച് വർധനവ് വന്നാലും 61%-ലെത്താൻ സാധിക്കില്ല. ആയതിനാൽ ഇപ്പോൾ ലഭിക്കുന്ന 58%-ൽ നിന്നും 2% വർദ്ധിച്ച് DADRൽ ജനുവരി 2026 60% ആകുമെന്ന് ഉറപ്പായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.